ഓക്കെ, ഡൗട്ട് ക്ലാരിഫിക്കേഷനിൽ നമ്മളുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഐഡിയ ജനറേഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ഐഡിയ ജനറേഷൻ നമുക്ക് നോക്കാം. സിംപ്ലി നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സമയത്ത് നമുക്കൊരു കാര്യത്തെ അഭിമുഖീകരിക്കേണ്ട സമയത്തൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മൾ ഓരോ ഐഡിയ ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അത് ആ ഒരു ഐഡിയ കിട്ടാൻ നമ്മൾക്ക് ഹെൽപ്പ് ആവുന്നത് നമ്മുടെ അവൈലബിൾ നോളജ്, അതുപോലെ തന്നെ നമ്മുടെ വായനകൾ, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ബിസിനസ് ഐഡിയ ജനറേഷൻ. ബിസിനസ് ഐഡിയ ജനറേഷൻ ഓർ ഐഡിയ ജനറേഷൻ is a creative process or procedure that a company uses to bring out solutions to any number of difficult challenges they face. അപ്പം കമ്പനി ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ അവരെടുക്കുന്ന പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രോസസ്സസ് for getting some results or getting some solutions to that challenge, that is known as idea generation. അപ്പോൾ ഐഡിയ ജനറേഷൻ മേ ബി at the time of creation of a business or new business, അല്ലെങ്കിൽ modernization of business or diversification of business or strategy against competitors. ഈ modernization and diversification of business എന്ന് പറയുന്നത് ഓൾവേസ് അല്ലെങ്കിൽ യൂഷ്വലി ഇറ്റ് ഈസ് ആസ് എ സ്ട്രാറ്റജി അഗൻസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആവാം. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വലിയതായിട്ട് വരുന്നു, അതിനെ നമ്മൾക്ക് തകർക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അതിലും വലുതാവാനോ വേണ്ടിയാവും നമ്മൾ സാധാരണ മോഡേണൈസേഷനോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഐഡിയ ജനറേഷൻ ആവാം, അല്ലാതെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. മേ ബി എന്തെങ്കിലും, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഡിഫിക്കൽട്ട് ചാലഞ്ചസ് ദേ മേ ഫേസ് in their journey, then they want to have an idea or new idea, that is known as അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു പ്രോസസ് ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഐഡിയ ഈസ് നോൺ ആസ് ഐഡിയ ജനറേഷൻ. Process or procedure that a company uses to bring out solutions to a difficult challenges or problem, that is known as idea generation. And what are the techniques we can use for idea generation? നമുക്ക് നോക്കാം. They are knowledge, brainstorming, universities and libraries, and ടോട്ടലി കുറേ പോയിൻറ്റ്സ് ടെക്സ്റ്റിലുള്ളതിനെല്ലാം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം മാർക്കറ്റ് റിസർച്ച്. അപ്പോൾ വാട്ട് ഇസ് നോളജ്? നോളജ് നമുക്കറിയാം എക്സിസ്റ്റിംഗ് നോളജ് ആവാം, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് സംസാരിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ് ആവാം, സക്സസ്ഫുൾ ബിസിനസ്മെന്നുമായിട്ട് സംസാരിച്ച് നമുക്ക് കിട്ടാവുന്ന അറിവുകളാവാം, ദാറ്റ് ഇസ് നോൺ ആസ് നോളജ്. നോളജ് സെർച്ച് ചെയ്ത് നമുക്ക് ഒരു പുതിയ ഐഡിയ അല്ലെ ഒരാവശ്യത്തിന്, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് എ ടെക്നിക്, മെയിൻ ആയിട്ടുള്ള ഒരു ടെക്നിക് അല്ലെ അവൈലബിൾ സോഴ്സസ് ഓഫ് ഐഡിയ ജനറേഷൻ, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ഐഡിയ ജനറേഷനാണ് നോളജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? Next is brainstorming. Brainstorming is a group discussion between different persons having same idea or knowledge about this type of problems. അവർക്ക് കിട്ടാവുന്ന ഐഡിയാസ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ തോന്നുന്ന ഐഡിയാസ് അവർ വൈറ്റ് ബോർഡിലോ പേപ്പറിലോ ഇത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരോട് പോയി ചോദിച്ച് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു പ്രോബ്ലം നമ്മൾക്ക് ഡിസ്കസ് ചെയ്ത ശേഷം ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഇവിടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് കിട്ടിയ ഐഡിയാസ് ചെയ്ത് പെട്ടെന്ന് നമുക്കതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ് ഓഫ് ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ലൈബ്രറി ഓർ യൂണിവേഴ്സിറ്റീസ്. ലൈബ്രറീസ് ഫ്രം ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ജേർണൽസിൽ നിന്നോ നമുക്ക് കിട്ടാവുന്ന പുതിയ നോളജ് ഓർ ഐഡിയാസ്, ദാറ്റ് ഇസ് അതർ സോഴ്സസ് ഓർ അതർ ടെക്നിക് ഫോർ ഐഡിയ ജനറേഷൻ. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് റിസർച്ച്. ടെക്സ്റ്റിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതിനെല്ലാം കൂടെ നമുക്ക് അതർ സോഴ്സസ് ഓഫ് ന്യൂ ഐഡിയാസ് പറയാം. അപ്പം മാർക്കറ്റ് റിസർച്ച് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ത്രൂ മാർക്കറ്റ് റിസർച്ച് വി ക്യാൻ ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ കസ്റ്റമർ നീഡ്സ്, വാട്ട് ആർ ദ കോമ്പറ്റീറ്റേഴ്സ് റിയാക്ഷൻസ് ഓർ കോമ്പറ്റീറ്റേഴ്സ് സ്റ്റാറ്റസ് at this time, and how the customers are reacting for our product, and need for product redesign and need for improving production techniques. All these points we can merge with market research. അതുകൊണ്ടാണ് മാർക്കറ്റ് റിസർച്ച് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പോൾ മാർക്കറ്റ് റിസർച്ചിലൂടെ, മാർക്കറ്റ് റിസർച്ച് ഈസ് എ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഗെറ്റിംഗ് സൊല്യൂഷൻസ് ഫോർ സം പ്രോബ്ലം ഓർ ക്രിയേറ്റിംഗ് ആൻ ഐഡിയ to cope up with that problem.
ആൻഡ് അതുപോലെ തന്നെ കുറച്ച് അതർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ലൈക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഐഡിയ ജനറേഷൻ ആവാം, ഓർ സോഴ്സസ് ഓഫ് ന്യൂ ഐഡിയാസ് ആവാം. എന്തൊക്കെയാണ് കൾച്ചറൽ ചേഞ്ചസ് ഓർ അവൈലബിൾ റിസോഴ്സസ്, കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഈസ് ഓൾസോ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ക്രിയേഷൻ ഓഫ് ഐഡിയ. നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, നമുക്കിനി ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ ഈ വെദർ വി ആർ ഏബിൾ ടു ഡു ദാറ്റ്, അത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഓർ എബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ദ ഓണർ, പേഴ്സൺസ് ഹു ആർ സ്റ്റാർട്ടിങ് ദാറ്റ് എൻ്റർപ്രൈസ് ഓർ ബിസിനസ്. അതാണ് എന്താണ് നമ്മുടെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്, എക്സിസ്റ്റിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് അത് നമുക്ക് മനസ്സിലാക്കാൻ മാർക്കറ്റ് റിസർച്ച് ഇസ് ഹെൽപ്ഫുൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ്. ഇപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് ബിസിനസ് ഐഡിയ ജനറേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് ഫിനാൻസ് ഇസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അത് ജനിക്കുമ്പോൾ മുതലോ അല്ലെങ്കിൽ അത് എന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അന്ന് മുതൽ അത് തീരുന്നിടം വരെയും അല്ല തീർന്നു കഴിഞ്ഞിട്ടും ആവശ്യമുള്ള ഒരു എലമെൻ്റാണ് ദിസ് ഫിനാൻസ്. അപ്പോൾ ഫിനാൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Is that business activity. Business finance is that activity which is concerned with the acquisition of finance, conservation of finance, and meeting the financial needs and overall objectives of business enterprise. To attain the overall objective of business enterprise, the business is acquiring the finance, keeping that finance or collecting that finance in different ways, and they are utilizing in better way to attain more or create more wealth to the owners. അതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫിനാൻസ് കളക്ട് ചെയ്യുക, അതിനെ നേടിയെടുക്കുക, അത് കീപ്പ് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർ വേയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് അറ്റ് ദ സെയിം ടൈം ഓർ എബവ് ഓൾ ടു ക്രിയേറ്റ് മോർ വെൽത്ത് ടു ദ ഓണേഴ്സ്. അതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ് ഫിനാൻസിൻ്റെ നേച്ചർ നമുക്കറിയാം. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ അവസാനം വരെ എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് അങ്ങനെയുള്ള പല രീതിയിൽ ഇതിനെ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ബിസിനസ് ഫിനാൻസ് അല്ലെ ഫിനാൻസ് ആവശ്യമാണ്. ഓണേഴ്സ് ഫണ്ടായിട്ടും ബോറോഡ് ഫണ്ടായിട്ടും യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിന് അങ്ങനെ പല രീതിയിൽ അതിനെ അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും ഇത് ആവശ്യമാണ്. സ്മോൾ ആൻഡ് മീഡിയം ലാർജ് എല്ലാ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും ഫിനാൻസ് ആവശ്യമാണ്. ഫിനാൻസ് differs according to nature and size of business and varies from time to time and required on continuous basis. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ബിസിനസ് ഫിനാൻസ് ആവശ്യമാണ്. ബിസിനസ് ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്. ഓരോ ആക്ടിവിറ്റീസും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനും വലിയ വലിയ പർച്ചേസസിനും എല്ലാം ഒരുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ബിസിനസ് ഫിനാൻസ്. ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോഴ്സസ് ഓഫ് ഫിനാൻസ് അത് ഇൻഡിവിജ്വൽ സേവിങ്സ് ആവാം. സോഴ്സസ് ഓഫ് ഫിനാൻസ് ഒരു കമ്പനിയുടെ ഓണർ ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ ഉണ്ട്, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ബിസിനസ് മാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുടെ ഇൻഡിവിജ്വൽ സേവിങ്സ് ആവാം. അപ്പോൾ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സേവിങ് ഈസ് എ പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് പ്രസൻറ്റ് കൺസംഷൻ ടു ഫ്യൂച്ചർ ആണ്. ഈ സേവിങ്സ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെ അനുസരിച്ചിരിക്കും, ആൾക്കാരുടെ നേച്ചർ അനുസരിച്ചിരിക്കും, അയാളുടെ ഇൻകം അനുസരിച്ചിരിക്കും, അയാൾ ജീവിക്കുന്ന ചുറ്റുപാട് അനുസരിച്ചിരിക്കും, അയാളുടെ ഫിനാൻഷ്യൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം അനുസരിച്ചിരിക്കും, അയാളുടെ കൺസംഷൻ ഹാബിറ്റ്സ് അനുസരിച്ചിരിക്കും, ഗവൺമെൻറ് പോളിസീസ് അനുസരിച്ചിരിക്കും, ടാക്സ് കൺസെഷൻസ് അല്ലെ ടാക്സ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് കൾച്ചറൽ ചേഞ്ചസ് ഇതെല്ലാം എഫക്റ്റ് ചെയ്യും ഇൻഡിവിജ്വൽ സേവിങ്സിനെ. അപ്പോൾ ഇൻകം ലെവൽ എഫക്റ്റ് ചെയ്യുന്ന ഹൈ ഇൻകം ഗ്രൂപ്പിന് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ബാങ്ക് പറയുകയാണ് കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോൺ കൂടുതൽ കൊടുക്കാം, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് മേ ബി യൂസ്ഡ് ഫോർ സേവിങ്സ്, അങ്ങനെ ചെയ്യാം. അതുപോലെ കൺസംഷൻ ഹാബിറ്റ്സ്, കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സേവിങ്സിനുള്ള എമൗണ്ട് കുറവായിരിക്കും. ഗവൺമെൻറ് പോളിസീസ് ഫോർ
സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ് പോളിസിയാണോ പ്രൊമോട്ട് ചെയ്യാത്തതാണോ എന്നുള്ളതിനെ നമ്മുടെ സേവിങ്സിനെ അഫക്റ്റ് ചെയ്യും. ടാക്സ് ഇൻസെൻറ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓർ ടാക്സ് ഇൻസെൻറ്റീവ്സ് ഇൻ ദാറ്റ് കൺട്രി. അപ്പോൾ കൂടുതൽ സേവിങ്സിലേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ സേവ് ചെയ്യും. കൾച്ചറൽ ഓരോരുത്തരുടെ ആ ഒരു ഏരിയയിലുള്ള കൾച്ചർ കൺസംഷൻ ഹാബിറ്റും ഒക്കെ ഈ കൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അല്ലെങ്കിൽ കൾച്ചർ ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരാളിൻ്റെ ഇൻഡിവിജ്വൽ സേവിങ്സിനെ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഒരു ആൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എടുക്കാൻ പറ്റുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന ടേം ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നിങ്ങൾക്കറിയാം ലോൺസ് എന്ന് പറയുന്നത്, ടേം ലോൺ എന്ന് പറയുന്നത് ലോങ് ടേം ലോൺസ് ആണ്. മോർ ദാൻ 1 year വാലിഡിറ്റി മെച്യൂരിറ്റി പീരീഡ് ഉള്ളതാണ് ലോങ് ടേം ലോൺസും ടേം ലോൺസ് എന്ന് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ഈസ് ക്രെഡിറ്റ് റിസീവ്ഡ് അഗൻസ്റ്റ് സം അസറ്റ്സിന് പകരം നമുക്ക് കിട്ടാവുന്ന ക്രെഡിറ്റ് അവൈലബിൾ ഇൻ ദാറ്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദെൻ വി ക്യാൻ അതിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസിന് എക്സസ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി എടുക്കുന്ന എമൗണ്ട്, എക്സസ് എമൗണ്ട് നമുക്ക് ലോണായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ എടുക്കാം. ആ എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഇസ് ഓവർ ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പേഴ്സണെ സംബന്ധിച്ച് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യാനുണ്ടെന്ന് എഗ്രി ചെയ്ത് എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആ ഡോക്യുമെൻ്റ് എമൗണ്ട് കിട്ടാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തെടുക്കാം. ദാറ്റ് മീൻസ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ എന്നാണോ കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന ആ എമൗണ്ടിന് മുമ്പ് തന്നെ ആ എമൗണ്ട് കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻസിങ് സോഴ്സാണ് ദിസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ആ എമൗണ്ട് കളക്ട് ചെയ്തെടുക്കാം. ബാങ്കിന് കിട്ടുന്ന ആ ഒരു ചാർജിനെയാണ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത് ഡിസ്കൗണ്ട് ചെയ്ത ശേഷം കുറച്ച് എമൗണ്ട് അവരെടുത്ത ശേഷം ബാക്കി മാത്രമേ നമുക്ക് നേരത്തെ ആയിട്ട് അവർ തരത്തുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ഇസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇക്വിറ്റി ഷെയർ ആയിട്ടും നമ്മുടെ പ്രിഫറൻസ് ഷെയർ ആയിട്ടും നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇക്വിറ്റി ഷെയർസ് ഓണേഴ്സ് ഫണ്ട് ഓർ ഓൺഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ദാറ്റ് ഇസ് ടോട്ടൽ ഓണേഴ്സ്. അവർക്ക് ഒരു പ്രിഫറൻസും ഇല്ല ഇൻ കേസ് ഓഫ് ഗെറ്റിംഗ് ദ ഡിവിഡൻഡ് ഓർ എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അവർക്ക് ദേ ആർ ദ പ്യുവർ ഓണേഴ്സ് ഓഫ് ദാറ്റ് ബിസിനസ്. അവർക്ക് എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഷെയർ ചെയ്തെടുക്കാനുള്ള അവകാശമുള്ളൂ. ദേ ആർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എന്താണ് വോട്ടിംഗ് റൈറ്റിൽ പ്രിഫറൻസ് ഉണ്ടാവും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ഷെയർസ് ഹെൽഡ് ബൈ ദം. ഈ റിസീവിങ് മണി എന്നുള്ള കാര്യത്തിൽ ഡിവിഡൻറ്റിൻ്റെ കേസിലും അതുപോലെ വൈൻഡിങ് അപ്പിൻ്റെ കേസിൽ ഇത് ഷെയർ ചെയ്തെടുക്കുന്ന കേസിലും ദേ ഡോണ്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. പക്ഷേ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ഒരു തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് കിട്ടുന്ന കേസിലും അറ്റ് ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ കേസിലും ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. നെക്സ്റ്റ് ഇസ് ഡെറ്റ് ക്യാപിറ്റൽ. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിബഞ്ചർ ക്യാപിറ്റലാണ്. ഡിബഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ വിച്ച് ഇസ് റേസ്ഡ് ഇൻ അഗൻസ്റ്റ് ദാറ്റ് ഇൻട്രസ്റ്റ്, amount of fixed interest the company needs to give to that debenture holders. അതാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ആൾക്കാരല്ല, കമ്പനി അല്ല. ദേ ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി. A debenture is a document or certificate issued by a company under the common seal acknowledging its debt to the holder at a given terms and conditions. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി. അവർ ക്രെഡിറ്റ് എമൗണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പകരമായിട്ട് എമൗണ്ട് കൊടുക്കുന്ന പുറമേയുള്ള ആൾക്കാരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, ദാറ്റ് ഇസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. Retained earnings എന്ന് പറയുന്നത് is a part of undistributed profit which is retained in the business for the use in the future. Self financing or plowing back of profit എന്ന് പറയാം ഈ retained earningsനെ. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. അവർ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് കൊടുക്കാതെ ബാക്കി വെച്ചിരിക്കുന്ന ഫോർ ദ പർപ്പസ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്.
ഇത്രയാണ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ സേവിങ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡെറ്റ് ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻ ഏർണിങ്സ്. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വിചാരിച്ചിരുന്നത്. ദാറ്റ് ഈസ് ഐഡിയ ജനറേഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. താങ്ക് യു.